നിങ്ങളെ പേര് പറഞ്ഞ് ഒരു പെട്ടി ഉണ്ടാക്കുക. പെട്ടി കറക്റ്റ്. സംഭവം ഇതാണ്. സമസ്ത സെന്റിനറിയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഒരു പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് സെന്റിനറി നിധി എന്ന പേരിൽ ഒരു ബോക്സ് പ്രവർത്തകർക്ക് കൈമാറിയിരുന്നു. അതിൽ സെന്റിനറി നിധി എന്ന് പറയുമ്പോൾ തന്നെ പ്രവർത്തകർക്ക് മനസ്സിലാകും അതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സാമ്പത്തികം അതിലേക്ക് കൊടുക്കുകയാണ്. പ്രവർത്തകരുടെ കഴിവിൻ്റെ പരമാവധി അതിലേക്ക് കൊടുക്കുക എന്നുള്ളതാണ്. നല്ല വിജയിച്ചു. അതല്ലെങ്കിലും അങ്ങനെ തന്നെയാണ്. ഈ സമസ്തയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് സംഘടനാ നേതാക്കന്മാരെന്തെങ്കിലും പറഞ്ഞാൽ അത് കഴിവതും ചെയ്യുക എന്നുള്ളത് തന്നെയാണ് പ്രവർത്തകർ. പക്ഷേ ആ സംഭവം ഇവിടെ വന്നപ്പോൾ ഈ ടീമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയില്ല, എല്ലാ കാര്യങ്ങളും ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. എൻ്റെ ഒരു സഹോദരപുത്രൻ ഇതിങ്ങനെ വിട്ടു തരുന്നു. അങ്ങനെ ഒരു വീഡിയോ ലിങ്ക് വിട്ടു തന്നു. ആ ലിങ്ക് വിട്ടു തന്നിട്ട് എന്നോട് പറഞ്ഞു ഇതങ്ങോട്ട് എടുത്തോ, ചാകരയാണെന്ന്. അപ്പോൾ സംഭവം ഞാൻ യാത്രയിൽ ഇതിങ്ങനെ കേട്ട് നോക്കുമ്പോൾ ഓരോ സെക്കൻഡിനും മറുപടി പറയേണ്ടത്, ഓരോ സെക്കൻഡിനും. അപ്പം ഞാൻ എപ്പോഴും എല്ലാ വീഡിയോയിലും ഞാൻ പറയാറുള്ളതാണ്, ഇതിൻ്റെ മുൻപിൽ കേട്ടിരിക്കുന്ന കുറച്ച് ആളുകളുണ്ടല്ലോ അവരുടെ അവസ്ഥ എന്താണ് എന്നുള്ളത്. അതിൻ്റെ ഒരു ചെറിയ ഉദാഹരണമാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട്. ഇതെന്താണ് ഇപ്പം ഇങ്ങനെ പറയും, സെൻറ്റിനറി ബോക്സ് ആ നിധി അവിടെ കൊടുത്തപ്പോൾ എന്താണെന്ന്. അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഏത് സംഘടനയ്ക്കും അങ്ങനെയൊക്കെയുള്ള ഇതിപ്പോൾ അല്ലെങ്കിലും ലോക ചരിത്രത്തിൽ ഇന്ന് വരെ ഒരു കൃത്യമായ ഒരു എന്താ പറയുക ഒരു ആദർശം അല്ലെങ്കിൽ ഒരു നയം ഇല്ലാത്ത സംഘടന, അതുപോലെ തന്നെ ഒരു നയം ഇല്ലാത്ത ലീഡേഴ്സൊക്കെ ഉള്ള ഏതെങ്കിലും ഒരു സംഘടന ഇന്നുവരെ വിജയിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു പ്രസ്ഥാനം ഇന്നുവരെ വിജയിച്ചിട്ടുണ്ടോ? അതില്ലല്ലോ. അപ്പോൾ ഏതായിരുന്നാലും ഇത് 9-ാം തീയതിയുള്ള പരിപാടി. ഓക്കെ, അപ്പോൾ ഇവരുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഇവരിങ്ങനെ നോക്കുകയാണ് സെൻറ്റിനറി സമ്മേളനവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണോ പറയാൻ പറ്റുക. കാരണം അവർക്ക് വിഷയം കിട്ടണ്ടേ. ഇപ്പോൾ എൻ്റെ കഴിഞ്ഞ വീഡിയോയുടെ അടിയിൽ കുറേ എഴുതിയിരുന്നു, കുറേ ടീം എഴുതിയിട്ടുണ്ട്, പേഴ്സണലായിട്ട് പലരും വിളിച്ചിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് കണ്ടൻ്റാണ് വിഷയം. ശരിയല്ലേ? കാരണം ഇമാതിരി ടീമൊക്കെ ഉണ്ടാകുമ്പോൾ വേറെ പണിക്ക് എന്തിനാണ് പോകണത്? ഞാനിത് തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഇവരെ വെച്ച് മാത്രം നമുക്ക് സൂപ്പറായിട്ട് ജീവിച്ചു പോകാം. എൻ്റെ വീഡിയോയുടെ അടിയിൽ കമൻ്റ് ഇടുന്നവരെ, നെഗറ്റീവ് കമൻ്റ് ഇടുന്നവരെ നിങ്ങൾ കമൻ്റ് ഇട്ടുകൊണ്ടേ ഇരിക്കണം. കാരണം എന്താണെന്ന് പറയുക, സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ യൂട്യൂബിൻ്റെ ഒക്കെ അൽഗോരിതം അനുസരിച്ച് ഈ കമൻ്റ് ഇങ്ങനെ ഇട്ടാൽ അതിൻ്റെ റീച്ച് കൂടുകയാണ്. അപ്പം സർവ്വലോകത്തുമുള്ള മുഴുവൻ കുരുവട്ടൂരികളെയും വളരെ ആത്മാർത്ഥമായിട്ട് സ്നേഹത്തോടു കൂടെ വെല്ലുവിളിക്കുന്നില്ല കേട്ടോ, കാരണം അതിനുള്ളൊന്നും നേരമില്ല, വളരെ സ്നേഹത്തോടു കൂടെ വിളിക്കുകയാണ്, വരണം, കമൻ്റ് ഇടണം, എന്നാലേ നിങ്ങൾ പറഞ്ഞതുപോലെ ഞങ്ങൾക്ക് ജീവിച്ചു പോകാൻ പറ്റുള്ളൂ ആണ്. പക്ഷേ എപ്പോഴും ഇങ്ങനെ തമാശാക്കി ഇരിക്കാൻ പറ്റില്ലല്ലോ. കഴിഞ്ഞ ദിവസം ഞാൻ കുണ്ടൂർ മക്കാമിൽ ഉറൂസിൻ്റെ സമാപന സമയത്ത് പോയപ്പോൾ കുറേ ആളുകൾ കാണും ആ വീഡിയോ കണ്ടിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. ചിലരൊക്കെ സ്നേഹപൂർവ്വം ഉപദേശിക്കും, ചിലർ സ്നേഹപൂർവ്വം ദേഷ്യപ്പെടും, നീ അത് വീഡിയോ ചെയ്യരുതെന്നൊക്കെ പറഞ്ഞിട്ട്. നമ്മളോടുള്ള ഒരു താല്പര്യം കൊണ്ട് മാത്രമല്ല, അതിന് കുറേ ഉദാഹരണങ്ങളൊക്കെ പറയാം, അവരോട് പറഞ്ഞിട്ട് കാര്യമില്ല, പക്ഷേ അത് ശ്രദ്ധിക്കാറില്ല. അപ്പോൾ അതിൽ ഒരാൾ പറയുന്നു അങ്ങനെ പറഞ്ഞാൽ പോരാ, തമാശ മാത്രമല്ല സ്ട്രോങ് ആയിട്ട് പറയണമെന്നൊക്കെ. അപ്പോൾ അത് സംഭവം ശരിയാണ്, അങ്ങനെയൊക്കെ ഉണ്ടാകും. ഏതായിരുന്നാലും ഞാൻ ആളുകളുടെ പേരൊക്കെ എടുത്തിട്ട് ഇങ്ങനെ കാണിക്കണം എന്ന് വിചാരിക്കും, ചിലരൊക്കെ മെസ്സേജൊക്കെ അയക്കണത്. എനിക്കതൊരു രസമാണ് കേട്ടോ, അത് അത്രയേ ഉള്ളൂ. അതിങ്ങനെ എടുത്തിട്ട് ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, അതൊക്കെ പോട്ടെ. പക്ഷേ ഇവിടെ ഇപ്പോൾ ചർച്ച അതല്ല, ഇതൊന്നും കൂടെ കേൾക്കുക നിങ്ങൾ, അപ്പോഴാണ് അതിൻ്റെ കാര്യം മനസ്സിലാകുന്നത്. മഷായിഹന്മാർ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, എന്ത് പറഞ്ഞാലും മഷായിഹന്മാരാരാ? വല്ല അമ്മയുടെ മക്കളോ? മഷായിഹന്മാരെന്നൊക്കെ പറഞ്ഞാൽ എന്താ സാധനം? അതിന് കുറേ യോഗ്യതകളും അതുപോലെ തന്നെ അങ്ങനെയൊക്കെ അല്ലേ. എന്താ ഈ ഷെയ്ഖ്, മഷായിഖ്, വലിയ ഔലിയാക്കൾ എന്നൊക്കെ പറഞ്ഞാൽ ഇവരിങ്ങനെ വിചാരിക്കണം ഓരൊരു ചോപ്പ് തലയെക്കെട്ടിൽ കെട്ടിയ ഒരാളെ കൊടുത്താൽ അതാണ് മഷായിഖ് എന്നൊക്കെയാണ് ഇവർ ധരിച്ചിരിക്കുന്നത്. അത് കുഴപ്പമില്ല. അപ്പം എന്ത് പറയുകയാണെങ്കിലും മഷായിഖ്, എന്ത് പറയുകയാണെങ്കിലും ഷെയ്ഖ്, മഷായിഖ്, ഔലിയാക്കൾ എന്നൊക്കെയാണ്. അപ്പോൾ അപ്പം ഇപ്പോൾ അതായത് ഇപ്പോൾ ഈ സമസ്ത സമ്മേളനം നടത്തുമല്ലേ ഈ ഷെയ്ഖന്മാരെ വിട്ടു എന്നാണ് ഇപ്പോൾ ഈ പറയണത്. പിന്നെ അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവരെ കേൾക്ക്. അതെ, ആദ്യം പറഞ്ഞത് ബഹുമാനപ്പെട്ട പേരോടുസ്താദിനെ കുറിച്ചാണ് കേട്ടോ. അവരൊരു പ്രത്യേക പേരെടുത്ത് പറഞ്ഞത്. ഒരു കാര്യം പറയാം, അതിനൊന്നൊരു കുഴപ്പമില്ല. പക്ഷേ പേരോടുസ്താദിനെയൊക്കെ കുറിച്ച് പറയുമ്പോൾ ഞാൻ നെഞ്ഞത്ത് വെച്ച് നടക്കുന്ന ആളുകളാണ്.
ജീവിതകാലം മുഴുവൻ അത്രത്തോളം വളരെ ബഹുമാനത്തോടെയും സ്നേഹത്തോടെയും അടിസ്ഥാനപരമായിട്ടുള്ള മുഴുവൻ കാര്യങ്ങൾ കണ്ടും കേട്ടും അറിഞ്ഞും പഠിച്ച്, മാത്രമല്ല നിങ്ങളീ പറയുന്ന സുന്നത്ത് ജമാഅത്തൊക്കെ ഉണ്ടല്ലോ, ഈ സുന്നത്ത് ജമാഅത്തൊക്കെ കേരളക്കരയിൽ വേണ്ടതുപോലെ ഏറ്റവും അടിത്തട്ടിൽ നിന്നും കൃത്യമായിട്ട് പറഞ്ഞും പഠിപ്പിച്ചും വലിയൊരു വിപ്ലവം ഉണ്ടാക്കിയെടുത്ത ആളാണ് ഈ പേരോട് ഉസ്താദൊക്കെ. അവരെ ഇപ്പോൾ നിങ്ങളൊക്കെ പറയുന്നത് കുഴപ്പമില്ല, ഇതിലപ്പുറം കേട്ടവരാണ്. ഇതിലപ്പുറം കേട്ടിട്ടും ആദർശ രംഗത്ത് ഒരു ഇഞ്ച് പോലും പിന്നോട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് തയ്യാറാവാത്ത ടീമാണ്. നിങ്ങളെ വർത്തമാനം കൊണ്ടൊക്കെ കാര്യം എത്രമാത്രം ഉണ്ടെന്ന് ബാക്കി കൊണ്ടൊന്ന് കേൾക്ക്. ആ, നിങ്ങളെ പേരിലൊരു പെട്ടി ഉണ്ടാക്കി പൊട്ടാൻ വേണ്ടി എങ്ങോട്ടും പോണ്ടി വരില്ലാന്ന് അത് പറഞ്ഞത്. അതായത് ഇപ്പോൾ ഈ സമസ്ത സമ്മേളനത്തിൻ്റെ പേരിൽ ഇറക്കിയോണ്ട് വിജയിച്ചു. ഇനി നിങ്ങൾ മൊയ്ലിയന്മാരെ പേരിലിറക്കി ഓരോ സമസ്ത മുഷാവറ അംഗത്തിൻ്റെ പേരിലും 4 പെട്ടി വീതം ഇറക്കി എന്താ ഉണ്ടാവുക? ബാക്കി വരട്ടെ. ഇറക്കും. ഓരോ മുഷാവറ അംഗത്തിന്റെ പേരിൽ 4 പെട്ടി ഇറക്കും. ഈ പെട്ടി സുന്ദൂക്കുന്നിൽ ജന്ന അലസ്മി പേരോട് ഇറക്കിങ്ങള് 5 പൈസ കിട്ടൂലെന്ന് ഉറപ്പുണ്ടായിട്ട് അയ്യടാ, സമസ്ത മുഷാവറ അംഗങ്ങളുടെ പേരിൽ നിങ്ങൾ പെട്ടി ഇറക്കി 5 പൈസ കിട്ടില്ലാന്ന്. ഞാൻ പേര് വിളിക്കുന്നില്ല. സഹോദര, എന്താ ഈ പ്രസ്ഥാനത്തെക്കുറിച്ച് നിങ്ങളത് കരുതിയത്? ഈ സമസ്തനെ കുറിച്ച് എന്തെങ്കിലും സമസ്ത മുഷാവറ പേരോടുസ്താൻ്റെ പേര് ആദ്യം പറഞ്ഞു. സമസ്ത മുഷാവറ അംഗങ്ങളുടെ പേരിൽ ഓരോരുത്തരുടെ പേരിൽ 4 പെട്ടി ഇറക്കി 5 പൈസ കിട്ടില്ല, പൊട്ടിപ്പോകാൻ വേറെ എവിടേക്കും പോകേണ്ടി വരില്ലാന്ന്. ഒന്നും കൂടെ കേൾക്കും, ഞാൻ ഈ പറഞ്ഞത് ഒന്നും കൂടെ ഒന്ന് കൃത്യമാക്കാം. ഈ പെട്ടി സുന്ദൂക്കുന്നിൽ ജന്ന അലസ്മി പേരോട് അലസ്മി പേരോട് ഇറക്കിങ്ങള് 5 പൈസ കിട്ടൂലെന്ന് ഉറപ്പുണ്ടായിട്ട് പൈസക്ക് വേണ്ടി മാത്രം കോലൂത്ത് എന്നവരെ ചരിത്രം പറഞ്ഞു. ആ പൈസക്ക് വേണ്ടി മാത്രമാണ് അവിടെ ബോക്സ് വെച്ചത് അല്ലേ? ആണ്. കാരണം സമ്മേളനം വെക്കുമ്പോൾ പൈസ വേണ്ടേ? പൈസയ്ക്ക് വേണ്ടി മാത്രമാണ് ബോക്സ് വെച്ചത്. ഇനി പറഞ്ഞത് സമസ്ത മുഷാവറ അംഗങ്ങളുടെ പേരിൽ വെച്ചില്ല 5 പൈസ ഇട്ടില്ലാന്ന്. ഒരു കാര്യം അറിയോ നൗഷോ, ഞങ്ങൾക്ക് സമസ്ത മുഷാവറ അംഗങ്ങളോ സമസ്ത സെക്രട്ടറിയോ സമസ്ത പ്രസിഡന്റോ ഒന്നും വേണ്ട. ഞങ്ങളുടെ സെക്ടർ പ്രസിഡന്റ് SSFൻ്റെ ഏറ്റവും ചെറിയ സംഘടനയിലൊന്നാണല്ലോ SSFൻ്റെ സെക്ടർ പ്രസിഡന്റ്. ആ പ്രസിഡന്റ് ഞങ്ങളോട് പറയാണ് ഇങ്ങനൊരു സംഭവമുണ്ട്, ക്യാഷ് വേണമെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ പ്രവർത്തകരെ എടുത്ത് അങ്ങോട്ട് കൊടുക്കും. എന്താ കരുതിയത്? ഇപ്പോഴും പേരോടിൻ്റെ പേരിൽ വേണ്ട, ഞാൻ നിങ്ങളുടെ ഭാഷ ഉപയോഗിച്ചാണ്. പേരോടിൻ്റെ പേരിലോ AP ഉസ്താദിൻ്റെ പേരിലോ സുലൈമാൻ ഉസ്താദിൻ്റെ പേരിലോ മറ്റുന്ന പണ്ഡിതന്മാരുടെ പേരിലോ ഒന്നും ഞങ്ങൾക്ക് പെട്ടി വെക്കണമെന്നില്ല. പൈസ കൊടുക്കാൻ, സമ്പത്ത് കൊടുക്കാൻ. ഇനി സമ്പത്ത് എന്നല്ല, ഞങ്ങളുടെ നേതാക്കന്മാരോട് ചെയ്യേണ്ടത് എന്താണ് എന്ന് ഒരു പ്രഖ്യാപനം ഞങ്ങളുടെ നേതാക്കന്മാർ അങ്ങോട്ട് നടത്തിയാൽ അത് ചെയ്യാൻ പറ്റിയ ടീമാണ്. അത് തന്നെയാണ് ധൈര്യം. ഇന്നൊന്നിലും തുടങ്ങിയൊന്നുമില്ല, നിന്നെപ്പോലുള്ള ആളുകളൊന്നുമില്ല. ഇതിലും വലിയ വലിയ തലതൊട്ടപ്പന്മാർ പലതും ചെയ്യാൻ. ഇങ്ങനെ മൈക്കെടുത്ത് പ്രസംഗിക്കുക മാത്രമൊന്നുമല്ല. ഞങ്ങൾ ഈ സമസ്ത നേതാക്കന്മാരൊക്കെ ഉണ്ടല്ലോ, ഞങ്ങളുടെ സംഘടനയുടെ നേതാക്കന്മാരൊക്കെ ഉണ്ടല്ലോ, മൈക്കെടുത്ത് പ്രസംഗിക്കുക മാത്രമൊന്നുമല്ല. ഇപ്പം ഞങ്ങൾക്ക് അതിനെക്കുറിച്ചൊന്നും പറയരുത്, അനുവാദമൊന്നുമില്ല സംസാരിക്കാൻ. പക്ഷേ ഇതൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഞാഞ്ഞൂലുകളെ പോലെ പേടിപ്പിക്കുമ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്. പൊട്ടിപ്പോകുന്നു. പേരോട് ഉസ്താദിൻ്റെ പേരിലൊരു ബോക്സ് വെച്ചിട്ടുണ്ടെങ്കിൽ അത് വെക്കണോ വെക്കണ്ടേ എന്നുള്ളതല്ല. അങ്ങനെയാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ നേതാക്കന്മാരൊരു നിർദ്ദേശം കൊണ്ട് തരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് 100% വിജയിപ്പിച്ചെടുക്കാൻ ഈ സംഘടനയ്ക്കറിയാം. അതൊക്കെ പ്രതീക്ഷിച്ച് തന്നെയാണ്. എന്താ വിചാരിച്ചത്? ഇതിലപ്പുറം നടന്നു കഴിഞ്ഞ് ഇപ്പം ഏറ്റവും പീക്ക് പീരീഡിലാണുള്ളത്. വളരെ സൂപ്പറായിട്ടുള്ള സമയത്താണുള്ളത്. ഇതുപോലെ മൈക്ക് വെച്ച് കെട്ടി പ്രസംഗിക്കൽ മാത്രമൊന്നുമല്ല, വഴിയിൽ നടക്കുമ്പോൾ, യാത്ര ചെയ്യുമ്പോഴും, വാഹനത്തിൽ സഞ്ചരിക്കുമ്പോഴും, പ്രസംഗിക്കുമ്പോഴൊക്കെ കായികമായി നേരിട്ടിട്ടുണ്ടായിരുന്നു. ഒരു സമയത്ത് ഈ പ്രസ്ഥാനത്തിലൊക്കെ വന്നാൽ മഹലിൽ നിന്ന് ഒഴിവാക്കുമായിരുന്നു, കുടുംബത്തിൽ നിന്ന് ഒഴിവാക്കുമായിരുന്നു. ഇതൊക്കെ ചെയ്തിട്ട് തന്നെയാണ് ഈ ടീമിൻ്റെ മുൻഗാമികൾ ഇവിടെ എത്തിച്ചിട്ടുള്ളത്. ഇവിടെ എത്തിച്ച് ഇപ്പോഴത്തെ ആളുകളുടെ കയ്യിൽ കൊടുത്ത് ജസ്റ്റ് അങ്ങോട്ട് പാസ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. എന്നിട്ടാണ് പേടിപ്പിക്കുന്നത്. നിർത്ത്. ഇതൊക്കെ കുറേയായി കേൾക്കാൻ തുടങ്ങിയിട്ട് നിങ്ങളുടെ മുമ്പിലുള്ള ആളുകൾ പോലും ഇതിനൊക്കെ കുറിച്ച് പുച്ഛത്തോടു കൂടെയാണ് കാണുന്നത്. ഓരോ സംഭവങ്ങളും സമസ്ത സമ്മേളനം പ്രഖ്യാപിച്ചപ്പോൾ എടുത്തിറങ്ങിക്കോ, വേദികളും തയ്യാറാക്കിക്കോ. ഇനി ഈ സമസ്തയുടെ സമ്മേളനം എന്ന് പറഞ്ഞാൽ നിരവധി പരിപാടികൾ പുറത്തേക്ക് എത്തിക്കുക തന്നെയാണ്. അതും കേരളം ഇന്നുവരെ കാണാത്ത രൂപത്തിലുള്ള വ്യത്യസ്തമായ സംരംഭങ്ങളും പരിപാടികളും പദ്ധതികളുമാണ് സമസ്ത സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ടുള്ളത്.